പ്രതീക്ഷയോടെ തന്നെയാണ്. എന്നാൽ അത് സർക്കാർ മുഖം തിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഇന്നലെ LDF യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ആശമാരെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ കേന്ദ്രം ഫണ്ട് ഉയർത്തിയാൽ മാത്രമേ ആശമാർക്ക് സംസ്ഥാനം ഫണ്ട് നൽകും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ചെയ്യാമെന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അവർ രണ്ടുപേരും ഉയർത്തട്ടെ, കേന്ദ്രം ഉയർത്തട്ടെ, സംസ്ഥാനം ഉയർത്തട്ടെ. നമുക്ക് ഇപ്പൊ സംസ്ഥാനം തന്നെ ഉയർത്തണമെന്ന് വാശി പിടിച്ചല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. കേന്ദ്രത്തിനോട് ഇൻസെന്റീവ് ഉയർത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ മൂവ്മെന്റിലൂടെ ഈ വിഷയം രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അവരത് ഉയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാമെന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെയ്യട്ടെ രണ്ടു കൂട്ടരും. ഈ നിരാഹാര സമരം ഇനി കുറേ ദിവസം തുടരാനുള്ള പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ഞങ്ങളെങ്ങനെ പറയാനാണ്? അത് തീരുമാനിക്കേണ്ടുന്ന സർക്കാരാണ്. ഞങ്ങൾ ഇവിടെ നിരാഹാരം കിടത്തണോ, എത്ര ദിവസം കിടത്തണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്, നമ്മളല്ല. നമ്മൾ 40 ദിവസം ഇവിടെ ഈ തെരുവിൽ കിടക്കാൻ വന്ന ആളുകളല്ല. ഇത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വന്ന ആളുകളാണ്. നമ്മളെ 40 ദിവസം കിടത്തുകയും 39-50 ദിവസം നിരാഹാരത്തിലേക്ക് തള്ളിയിട്ടത് സർക്കാരാണ്, ഞങ്ങളല്ല. സർക്കാരിന്റെ പിടിവാശിയാണ്. അപ്പോൾ അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്ര, അപ്പോൾ അത് ആശമാർക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് പോയതല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതെന്താണ്? അല്ല, അതെനിക്കറിയത്തില്ല. ഡൽഹി യാത്ര അവരെന്തുദ്ദേശിച്ചാൽ പോയെന്ന് ഞാൻ റിയലി എനിക്കറിയത്തില്ല. ഇങ്ങനെ നിങ്ങൾ ചാനലുകൾ പറഞ്ഞു കേട്ടതേ എനിക്കറിയുള്ളൂ. എന്തായാലും അതിനിടയിൽ അവർ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശമാരുടെ വിഷയം ചർച്ച ചെയ്യാനാണ് മുൻകൂട്ടി തന്നെ അതിനുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്താണല്ലോ സാധാരണ ഇങ്ങനെയൊക്കെ പോകുന്നത്. അവർ കേന്ദ്രമന്ത്രിയും അദ്ദേഹം BJPയുടെ വലിയ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അല്ലേ. അപ്പോൾ അവർക്ക് അതിൻ്റെതായ തിരക്കുകൾ കാണുമല്ലോ. അപ്പോൾ ചർച്ച ചെയ്യട്ടെ, കേന്ദ്രത്തിലാണേലും സംസ്ഥാനത്തിലാണേലും ചർച്ച ചെയ്ത് നമുക്ക് കാര്യങ്ങൾ നേടിയെടുത്തിട്ട് മാത്രം മടങ്ങുമെന്ന് തന്നെയാണോ? ഇല്ല, നമ്മൾ ഉയർത്തുന്ന വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചും അത് വളരെ വലിയ പ്രതിസന്ധികളൊന്നും ഈ സർക്കാരിനെ സൃഷ്ടിക്കുന്ന വിഷയമല്ല. ഈ രണ്ട് കാര്യങ്ങളും ജെനുവിനാണെന്നും അംഗീകരിച്ചു കൊടുക്കേണ്ടതാണെന്നും സർക്കാർ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും പറയുന്നില്ല. പിന്നെ അതിനിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നതാണ്. ആ തടസ്സം നീക്കാൻ അവരാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ നിരാഹാരവുമായി എത്ര ദിവസം പോകണമെന്നുള്ളത് സർക്കാരാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. അതിനാ തീർച്ചയായിട്ടും ഈ ആശമാരുടെ ഈ ആശങ്ക എന്ന് പറയുന്നത് അവരുടെ വളരെ ന്യായമായ ചില ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം തുടരും, പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് 40ാം ദിവസമാണ് ഈ സമരം ആരംഭിച്ച്. 40 ദിവസമാകുമ്പോഴും പ്രത്യേകിച്ചും വലിയ നീക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ ഘട്ടത്തിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ആശമാരുടെ സമരം എത്രത്തോളം നീണ്ടു പോകണമെന്നുള്ള കാര്യം. അതുകൊണ്ട് ആശമാരുടെ ഓണറേറിയം ഉയർത്തുക, അതോടൊപ്പം പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ള ആവശ്യങ്ങൾ തന്നെയാണ് വളരെ പ്രാധാന്യത്തോടെ കാണുന്നത്. ഇത് നേടിയെടുത്താൽ